ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പുതിയ വീഡിയോ എടുക്കാം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ആണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എനിക്കിവിടെ പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. കോട്ടയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്നായിട്ടിരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്നൊരു പൈൽ റീഡിംഗ് നോക്കാം. നിങ്ങളിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ ആരുടെയൊക്കെയോ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സന്തോഷങ്ങൾ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. നിങ്ങളിൽ ആർക്കൊക്കെയാണെന്നത് നമുക്ക് നോക്കാം. പൈൽ റീഡിങ്ങിലൂടെയാണ്. 2 പൈല് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സമയം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും അല്ലെ. നമ്മുടെ സമയം ഇപ്പൊ ഇന്നത്തെ സമയമായിരിക്കും നാളെ, ഇപ്പൊ കുറച്ചുകൂടി നല്ലതായിരിക്കും നാളെ. അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ആരുടെയൊക്കെ ലൈഫിലേക്കാണ് സന്തോഷങ്ങൾ വരുന്നത്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കുകയാണ്. അപ്പൊ ലഭിക്കുമ്പോഴാണല്ലോ സന്തോഷം വരുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പം ആഗ്രഹിച്ചിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ലൈഫിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പൊ അതൊരു പൈൽ റീഡിങ്ങിലൂടെ നമുക്ക് നോക്കാമേ. അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യണേ. ടാരോട്ട് പഠിക്കാൻ, ടാരോട്ട് റീഡിങ്ങിന്റെ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. ഫീസൊക്കെ കുറവാണ് കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചിട്ടെടുക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ അറിയാവുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇതിൽ ഇഷ്ടമുള്ള ഒരു ഫയല് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈഫിലേക്ക് വരികയാണെന്ന് ചിന്തിച്ചുകൊണ്ട് എടുക്കുക. എന്തായാലും നമുക്ക് ഒന്നാമത്തെ പൈൽ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പൈല് 3 of Cup ആണ്. ഒന്നാമത്തെ പൈല് 3 of Cup, ആഘോഷം, സന്തോഷം ഒക്കെയാണ്. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നതാണ് ഒന്നാമത്തെ കപ്പ്. എന്തോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ലഭിക്കുന്നു, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരുന്നതിന്റെയാണ്. അപ്പോൾ ഇതാണ് 3 of Cup ആണ് ഒന്നാമത്തെ പൈല്. രണ്ടാമത്തെ പൈൽ എന്ന് പറയുന്നത് 7 of Cup ആണ് കേട്ടോ. അപ്പൊ 7 of Cup ഇഷ്ടമുള്ളവർക്ക് 7 of Cup ചൂസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഏതാണ് അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇത് 3 ഏഞ്ചൽസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പ് സെലക്ട് ചെയ്യാം. 3 of Cup ഒന്നാമത്തെ പൈല്, 7 of Cup രണ്ടാമത്തെ പൈൽ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പൈലിന്റെ റീഡിങ്ങിലേക്ക് നോക്കാം. ഒന്നാമത്തെ പൈല് 3 of Cup ആണ്. 3 of Cup ഇത് സന്തോഷമാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ സന്തോഷങ്ങൾ വരുന്നതിന്റെയാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷം വരുന്നതിന്റെ ആഹ്ലാദം കാണുന്നുണ്ട്. സെലിബ്രേഷൻ കാണുന്നുണ്ട്. ആർക്കൊക്കെ സെലിബ്രേഷൻ ആണ്. ഒരുപക്ഷെ മാരേജിന്റെ സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ എൻഗേജ്മെന്റ്, ആർക്കെങ്കിലൊക്കെ എൻഗേജ്മെന്റ് നടക്കുന്നുണ്ടാവും. ചിലർക്ക് മാരേജ് നടക്കുന്നുണ്ടാവാം. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ്. വെഡിങ്, ചിലർക്ക് പ്രഗ്നൻസി ആണ്, പ്രഗ്നൻസി ആയിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ കുട്ടി ഉണ്ടായതിന്റെ സെലിബ്രേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യം, നിങ്ങൾ എന്തൊക്കെയാ ആഗ്രഹിക്കുന്ന അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ എന്താണോ നിങ്ങൾ പ്രാർത്ഥിച്ചത് യൂണിവേഴ്സിനോട്, അതിനുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, പ്രാർത്ഥിച്ച കാര്യങ്ങൾ. അപ്പോൾ ചിലർക്ക് നിങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടി, പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടാവാം. ചിലരിപ്പം നമുക്ക് എക്സാമുകളൊക്കെ കഴിഞ്ഞിരിക്കുന്ന റിസൾട്ട് ഒക്കെ അറിഞ്ഞതിന്റെ നിങ്ങൾ നല്ല രീതിയിൽ പാസ്സായിട്ടുണ്ടാവാം, അതിന്റെ സന്തോഷമാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോളേജിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയതിന്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തായാലും ഒരു വീടാവാം. അങ്ങനെ എന്താണോ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാവാം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന്റെ സന്തോഷം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ലഭിച്ചതിന് നിങ്ങൾ സന്തോഷിക്കാൻ പോവാണ്. ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ സെലിബ്രേഷൻ, ആഘോഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവാണ്, നിങ്ങളുടെ ആദ്യത്തെ ലൈഫിലേക്ക് കേട്ടോ. 5 of Pentacles വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. 7 of വാണ്ട് വന്നിട്ടുണ്ട്. 5 of Pentacles വന്നിട്ടുണ്ട്. Ace of Pentacles വന്നിട്ടുണ്ട്. King of Swords വന്നിട്ടുണ്ട്.
ഏഞ്ചൽ മെസ്സേജസ് എല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പതുക്കെ നോക്കാം. അപ്പൊ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലത്തിലൂടെ നിങ്ങളുടെ ലൈഫ് പോയിട്ടുള്ള സമയങ്ങളായിരുന്നു കേട്ടോ. ഇവിടെ 5 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. 5 ഓഫ് പെന്റിക്കിൾസ്, ഈ 5 ഓഫ് പെന്റിക്കിൾസ് ഇവിടെ 2 എണ്ണം വന്നിട്ടുണ്ട്. 5 ഓഫ് പെന്റിക്കിൾസ് 2 എണ്ണം. അതിനർത്ഥം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ഒരുപാട് ഫൈനാൻസ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് 2 5 ഓഫ് പെന്റിക്കിൾസ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്രോബ്ലം, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതായത് നിങ്ങളുടെ ഉണ്ടായിരുന്ന സാമ്പത്തികം, നിങ്ങൾ ഒരുപക്ഷെ നല്ല രീതിയിൽ സാമ്പത്തികം ഉണ്ടായിരുന്ന വ്യക്തികളാവാം, അതെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം, അതായത് നിങ്ങൾക്ക് വീട്, നിങ്ങളുടെ സാമ്പത്തികം, സ്വത്ത്, പണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് നഷ്ടപ്പെട്ട് നിങ്ങൾ രോഗിയായി തീർന്നിരിക്കുന്നു. അത് നിങ്ങൾ ഒറ്റപ്പെട്ട്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾക്കുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടും. അതായത് നിങ്ങളുടെ സ്വത്തും പണവും എല്ലാം നഷ്ടപ്പെടുമ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളെ ഉപേക്ഷിച്ച് പോകും അല്ലെ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ വ്യക്തികൾ, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികൾ, ഒരുപക്ഷെ നിങ്ങളൊരു ഹസ്ബൻഡ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ സ്വത്തും പണവും വീടും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ വൈഫും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആരൊക്കെ ഈ റീഡിങ് കാണുന്നുണ്ട്. അത്രത്തോളം സാമ്പത്തികമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടില്ല ഒരു ലൈഫ്, ഒറ്റപ്പെട്ടൊരു ജീവിതം നയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു ലേഡി ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ മദർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങളൊരു അമ്മയാണെങ്കിൽ, അപ്പൊ ആ ഒരു ലേഡി ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മറ്റൊരു ലേഡിയുടെ ഒപ്പം പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ട് തനിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും നിങ്ങൾ ഒറ്റപ്പെട്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ചിലപ്പോൾ നിങ്ങളുടെ കുട്ടികൾ പോലും ഉണ്ടാവില്ല. അവരിൽ നിന്ന് നിങ്ങൾ വേർപെട്ടിട്ട് നിങ്ങൾ ഒരു രോഗാവസ്ഥയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ചില വ്യക്തികളെ കാണുന്നുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ നഷ്ടങ്ങളുടെ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളായിരുന്നു നിങ്ങളിൽ ആർക്കൊക്കെയോ. അതാണ് 5 ഓഫ് പെന്റിക്കിൾസ് 2 എണ്ണം. രോഗിയായി തീർന്നിരിക്കുന്നു നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തായിരുന്നിരിക്കും. ഒരുപാട് നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാം നാട്ടിലേക്ക് വൈഫിന്റെയും മക്കളുടെയൊക്കെ പേരിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾ രോഗിയായി തിരിച്ചു വന്നപ്പോൾ അവർക്ക് വേണ്ടാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവാം. തിരിച്ചും നിങ്ങൾ ലേഡി ആയിരുന്നെങ്കിലും അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം അയച്ചു കൊടുത്ത് അവസാനം നിങ്ങളെ വേണ്ടാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ആരാണ്, ഏതൊരു വ്യക്തിയല്ലേ, ജെന്റ്സ് ഓർ ലേഡീസ്, നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി മറ്റൊരു വ്യക്തിയോടെ പോയിട്ടുണ്ടാവാം, നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എന്താ പറയാ, ചിലര് കിടക്കയിൽ തന്നെയാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു മുറിക്കുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത, അല്ലെ തീരെ വയ്യാരും നോക്കാനില്ലാത്ത അവസ്ഥയിലൊക്കെ ആരൊക്കെയോ ഉണ്ട്. നമുക്കുള്ളതെല്ലാം, അതായത് നമുക്കുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ രോഗിയും കൂടെ ആണെങ്കിൽ ബന്ധുക്കളും ഉണ്ടാവില്ല, സുഹൃത്തുക്കളും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്കുള്ളപ്പോ എല്ലാവരും ഉണ്ടാവും, ഇല്ലാത്തപ്പോ ആരും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആരൊക്കെയോ കഴിയുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ നിങ്ങൾ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു. ആ വ്യക്തികളെ നിങ്ങളെ ഒരുപാട് പേര് നിങ്ങൾക്കൊരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ ബൗണ്ടറി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് പൊരുതുകയായിരുന്നു. നിങ്ങളെ പ്രാർത്ഥനയിലൂടെയും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ആ ഒരു ശക്തി വീണ്ടെടുത്ത്, നിങ്ങളുടെ സ്ട്രെങ്ത് വീണ്ടെടുത്തിട്ട് യൂണിവേഴ്സിൽ നിങ്ങളെല്ലാം അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നു. ആ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരും എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഉൾവിളി നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾക്ക് അതിനായിട്ടൊരു ദിവസത്തിനായിട്ട് കാത്തിരുന്നു. ആ ഒരു ദിവസം, ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ എത്താൻ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ സാഹചര്യങ്ങളോ കാരണമായിട്ടുണ്ടാവാം. അത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു. അല്ലെങ്കിൽ വ്യക്തികൾ ഒരുപക്ഷെ നല്ല ഏതെങ്കിലും ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി അയച്ച ആരെങ്കിലും ഒക്കെ ആവാം. നമ്മൾ വിചാരിക്കുന്ന വ്യക്തികളാവില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ആരും ആവില്ല.
നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ, അതായത് നമ്മൾ പോലും അറിയാത്തവരാണ് നമ്മളുടെ രക്ഷയ്ക്കായിട്ട് യൂണിവേഴ്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളാവും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഏതോ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അതിനായിട്ട് യൂണിവേഴ്സ് ആയിട്ട് എന്തൊക്കെയോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ നിങ്ങൾക്കായിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ ഒരു എന്താ പറയാ, ആ സിറ്റുവേഷനെ പതുക്കെ ആ ഒരു സിറ്റുവേഷൻ മാറി അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു വരികയാണ്. ഓരോന്നോരോന്നായിട്ട്, എല്ലാം കൂടെ ഒരുമിച്ച് വരില്ല, ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ലൈഫ് ഇല്ല, ലൈഫ് തീർന്നു, ഇതോടെ എല്ലാം അവസാനിച്ചു, ഇനി എനിക്കൊരു പുനർജന്മമില്ല എന്ന രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് ഹസ്ബൻഡും കുട്ടികളും നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് നഷ്ടപ്പെട്ട് കുട്ടികളോടൊപ്പം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ വൈഫും കുട്ടികളും ഉപേക്ഷിച്ചിട്ട്, നിങ്ങളെ വേണ്ട എന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന, ഇനി എന്റെ ലൈഫിലേക്ക് ഒരു പുതിയ ജീവിതമുണ്ടോ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ, അത് ഏതോ രീതിയിൽ മെന്നോ വുമണോ ആയിരിക്കും, അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. എത്രയോ പേര് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു ഡറിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളോട് തന്നെ ആവാം ഞാൻ പറയുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തികളെയും സാഹചര്യങ്ങളെയും ദൈവം എത്തിക്കും, യൂണിവേഴ്സ് എത്തിക്കും. അത് നിങ്ങളുടെ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരുടെയൊക്കെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അവരെ പ്രതീക്ഷ നൽകി, അതായത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ദൈവം തന്നെ. അപ്പൊ അതായിട്ട് അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു വരികയാണ്. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഏസ് ഓഫ് പെന്റക്കിൾസ്, നിങ്ങളൊരു ജോലി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സഹായം ആരെന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഏസ് ഓഫ് പെന്റക്കിൾസ് നിങ്ങളുടെ കയ്യിലേക്ക് ജോലി ആഗ്രഹിച്ചിട്ടുണ്ട്, ജോലി ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും സഹായം ആഗ്രഹിക്കുന്നില്ല, പണം ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് വരാൻ പോകുന്നു. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. അതിൻ്റെതായ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലുണ്ട്. ചിലര് നിങ്ങളുടെ ഇപ്പം നിങ്ങൾ എവിടെയാണോ അവിടുന്ന് നിങ്ങളത് ചേഞ്ച് ആകാൻ പോകുന്നു. അതായത് മറ്റൊരു ജോലി കിട്ടി നിങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലം മാറാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു പുതിയ വീട് വാങ്ങി നിങ്ങൾ താമസം മാറാൻ പോകുന്നു. അങ്ങനെ ഇപ്പൊ താമസിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ എവിടേക്കോ ചേഞ്ച് ആവുന്നതായിട്ട് കാണുന്നുണ്ട് പലരും. ഒരു പക്ഷെ ജോലി കിട്ടിപ്പോകുന്നാവാം, പ്രൊമോഷൻ ആവാം, അല്ലെങ്കിൽ വിദേശത്ത് പോകാനാവാം. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ സാധിക്കുന്നതായിട്ട് എന്തായാലും നിങ്ങളുടെ താമസ സ്ഥലം ചേഞ്ച് ആകുന്നു. അതായത് ജോലി കിട്ടിയാവാം, എങ്ങനെയായാലും ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണ്. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു ലഭിക്കുന്നത് തന്നെ. വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ ഒരുപാട് വിശ്വാസമുള്ളവരാണ്. നിങ്ങൾക്കെല്ലാം സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ്. അതായത് അത്രത്തോളം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, ഡിവൈൻ കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളിലുള്ള വിശ്വാസവും യൂണിവേഴ്സിലുള്ള വിശ്വാസവുമാണ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചു എല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് സ്വപ്നങ്ങൾ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ആ വ്യക്തി വരുന്നതോടെയാണ് നിങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. അതൊക്കെ ചിലർക്കുള്ള റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് അല്ല കേട്ടോ. ഇതിപ്പോ ചിലപ്പോൾ ഒരാൾക്കാവാം, രണ്ടാൾക്കാവാം, ആർക്കൊക്കെയാണ് റെസനേറ്റ് ആവുമെന്ന് അറിയില്ല. അപ്പൊ റെസനേറ്റ് ആവുന്നവരെടുക്കണേ. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളിൽ എന്തൊക്കെ കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വന്ന് ഒരുപക്ഷെ നല്ലൊരു ഫ്രണ്ട് ആവാം, അല്ലെങ്കിൽ ലവ് ആവാം, ആരായാലും
ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് എന്റെ ലൈഫിൽ ലോസ് ഉണ്ടായത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യക്തിയിൽ നിങ്ങളുടെ അടുത്തേക്ക് യൂണിവേഴ്സിറ്റി വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പലതും മനസ്സിലാക്കിയെടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അത് എന്താ പറയുക കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പാഷനുള്ള, അതായത് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡ്രീമൊക്കെ പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചില നല്ല എന്താ പറയാ, നിങ്ങളൊരു നല്ല ആർട്ടിസ്റ്റ് ആവാം, നല്ലൊരു കലാകാരനാവാം, നിങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാവാം, നല്ലൊരു പെയിന്റർ ആവാം, അതായത് പെയിന്റിങ്സ്, ബുക്ക് എഴുതുന്നവര്, അല്ലെങ്കിൽ ആക്ടിങ്, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട്, അല്ലെങ്കിൽ ഡാൻസർ ആവാം, സിംഗർ ആവാം, അങ്ങനെ ഒരുപാട് കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെയൊക്കെ നിങ്ങൾക്ക് പുറത്തെടുക്കാനായിട്ട് നിങ്ങളുടെ പാഷൻ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്. പലർക്കും അങ്ങനെയൊക്കെ ഒരുപാട് പേര് ആരൊക്കെയും ഇത് കാണുന്നുണ്ട്. ആ ഒരു അങ്ങനെയൊക്കെയുള്ള ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നിങ്ങൾ പോലും ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം, അല്ലെ ഒരുപാട് കഴിവുകൾ ഉണ്ടാവാം, അതൊക്കെ ഒരിക്കലും പുറത്ത് കൊണ്ടുവരാൻ കഴിയും നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലയളവ് ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പുറത്ത് കൊണ്ടുവരാൻ പറ്റി, അല്ലെങ്കിൽ ലോകം അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രശസ്തിയോ അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾക്ക് അംഗീകാരം, പ്രശസ്തിയൊക്കെ ആർക്കൊക്കെ ചില കാര്യങ്ങൾ ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾ എത്തുന്നു. അതിന്റെയൊക്കെ ഒരു ആഘോഷം ആർക്കൊക്കെ കാണുന്നുണ്ട്. പിന്നെ ചിലർ പഴയ കാലത്തുള്ള ഒരുപാട് ഓർമ്മകളിൽ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നം, ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയെ കുറിച്ചുള്ള ഒരു വിഷമത്തിലായിരിക്കാം. തിരിച്ചു വരുമോ അല്ലെ കാണാൻ കഴിയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ആണെങ്കിൽ, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തിയെ കുറിച്ചുള്ള ചിന്തയാണെങ്കിലും നിങ്ങൾക്ക് ഒരു സന്തോഷം വരികയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു വ്യക്തി വരുന്നതിന്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു മാരേജിന്റെ ഒരു ആഘോഷം കാണുന്നുണ്ട്. ആ വ്യക്തിയുമായിട്ട് കൂടിക്കാണാനായിട്ട് കഴിയുന്നതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തില്, അപ്പൊ ഇങ്ങനെ ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവസരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പുതിയതായിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആർക്കൊക്കെ വരുന്നുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അബണ്ടന്റ് ഒരുപാട് അബണ്ടന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയതായിട്ട് നിങ്ങൾക്ക് കരിയറിൽ എന്തൊക്കെ ഗ്രോത്ത് വരുന്നുണ്ട്, ഒരുപാട് ഗ്രോത്ത് വരുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും അബണ്ടന്റ് ആണ് കേട്ടോ, നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ അബണ്ടന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പലതും വരികയാണ്. അതിൻ്റെതായിട്ടുള്ള സന്തോഷം കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ചിലരോട് ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട്, ചില കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുക, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സ്റ്റാർട്ടാകാൻ പറയുന്നുണ്ട്. നമ്മൾ വെറുതെ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും നമുക്ക് റെഡി ആവത്തില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങണം. അതിനകത്ത് നമുക്ക് വിജയമുണ്ടോ, അല്ലെങ്കിൽ അത് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് നോക്കാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു തുടങ്ങണം. അതായത് നമ്മൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്തു തുടങ്ങുക, സ്റ്റാർട്ടാകുക. ബാക്കി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ചെയ്യുക, ബാക്കി യൂണിവേഴ്സ് നോക്കിക്കൊള്ളൂ എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ അത് ചെയ്താൽ വിജയിക്കുമോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതി വേണ്ട. ഞാൻ എന്ത് ചെയ്താലും അത് വിജയിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയോടെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോവാട്ടോ. അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പൈര്. അപ്പൊ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെതായിട്ടുള്ള ആഘോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. സന്തോഷം, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഏതൊക്കെയോ കാര്യത്തിൽ നിങ്ങൾക്ക് വരികയാണ്. നിങ്ങൾക്ക് ജോലി കിട്ടിയതിന്റെ സന്തോഷമുണ്ട്, ആദ്യത്തെ സാലറി ലഭിച്ചതിന്റെ സന്തോഷമുണ്ട്, ഏസ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ കയ്യിലേക്ക് പണം ലഭിക്കുന്നതിന്റെ സന്തോഷമുണ്ട് ഏതോ വഴികളിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ വെച്ചതിന്റെ ലോൺ ലഭിക്കുന്നതാവാം ഏതോ രീതിയിൽ, അല്ലെങ്കിൽ ബിസിനസ്സിലെ ലാഭമാകാം ഏതൊക്കെയോ വഴികളിൽ,
അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വിദേശത്തായിരിക്കുന്ന മക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സാലറി കിട്ടുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സാലറി നിങ്ങൾക്കുള്ള വീതം അയച്ചു തരുന്നതിൻ്റെതാവാം. അപ്പൊ അങ്ങനെയൊക്കെ ഏതോ വഴിയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് പണം ലഭിക്കുന്നുണ്ട്. ചിലർക്ക് അബണ്ടന്റ് ഉണ്ട്. അബണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ചില ലോട്ടറികളൊക്കെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അബണ്ടന്റ് കാണുന്നുണ്ട് പലർക്ക്. അതായത് നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലഭിക്കുന്നുണ്ട്. അബണ്ടന്റ് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊക്കെ സന്തോഷമുണ്ട്. അപ്പൊ ഈ അബണ്ടന്റ് ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പോ ഓരോരുത്തർക്കും അവരുടെ സമയം ചേഞ്ച് ആകുന്നതനുസരിച്ച് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോന്നോരോന്നായിട്ട് വരും കേട്ടോ. അപ്പോ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ഒരുപാട് നിങ്ങൾ എത്രത്തോളം പെയിൻ അനുഭവിക്കുന്നു അത്രത്തോളമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന അനുഗ്രഹങ്ങൾ. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രോബ്ലത്തിലൂടെ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത അല്ലെ ആത്മഹത്യയുടെ വക്കിലൂടെ ആത്മഹത്യ ചെയ്യേണ്ട രീതിയിലുള്ള പ്രോബ്ലത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രതിസന്ധി വലിയൊരു അനുഗ്രഹത്തിനാണെന്ന് വിചാരിക്കാൻ മാത്രം മതി കേട്ടോ. എത്രത്തോളം പ്രതിസന്ധിയിലൂടെ പോകണം അത്രത്തോളം നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അപ്പോ അതുകൊണ്ട് പ്രതിസന്ധി ഇപ്പൊ നിങ്ങൾ നാളെ വിചാരിക്കുക ആ പ്രതിസന്ധി എന്റെ ലൈഫിലൂടെ വന്നത് എനിക്കിപ്പോ വന്നത് നന്നായി, അല്ലെങ്കിൽ അത് എനിക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് നിങ്ങൾക്ക് ദൈവത്തിലൂടെ നന്ദി പറയേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതൊരു നല്ല അനുഗ്രഹത്തിൻ്റെതാണെന്ന് മാത്രം വിശ്വസിക്കാം. പോസിറ്റീവായിട്ട് ഇരിക്കാം. നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതിനൊക്കെ ആകർഷിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഫസ്റ്റ് പൈലിന്റെ റീഡിങ്. ഇനി നമുക്ക് സെക്കൻഡ് പൈലിന്റെ റീഡിങ് നോക്കാം. സെക്കൻഡ് പൈല് 7 of Cup. 7 of Cup എന്ന് പറയുമ്പോൾ ചോയ്സസ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് വരുന്നു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ എന്താ പറയുക, നിങ്ങളത് ഏറ്റെടുത്തിട്ട് അതായത് നിങ്ങൾ നല്ലതെന്ന് തോന്നുവാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞ് ഇരിക്കേണ്ടതില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. വിദേശത്ത് പോകാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, അതിനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, ആ കാര്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കല്യാണം ആകാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ്, അതായത് വിവാഹ ആലോചനകൾ വരികയാണ്. നിങ്ങൾക്ക് വിവാഹ ആലോചനകൾ ചോയ്സസ് വരുന്നുണ്ട്. പല ആലോചനകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ട. ആ ഒരു സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളുടെ മാരേജ് നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ചോയ്സസ് കാണുന്നു. വിവാഹ ആലോചനകൾ വരാൻ പോവാണ്. വിവാഹ ആലോചനകൾ വരുന്നൊക്കെ ആർക്കൊക്കെ വിവാഹം നടക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. കാർഡുകൾ നോക്കാം. Queen of Pentacles, 4 of Swords, 5 of Swords, 10 of Cups, Wheel of Fortune, 2 of Wands, High Priestess. ഏഞ്ചൽ മെസ്സേജസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ സന്തോഷങ്ങളാണ് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തികളുടെ സമയം ചേഞ്ച് ആയിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ എത്തിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വീല് കറങ്ങി നിങ്ങൾക്ക് ഒരു ഭാഗ്യം, അതായത് നിങ്ങളുടെ ഭാഗ്യം വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഗുഡ് ലക്ക്, നല്ല ഒരു ഭാഗ്യ സമയത്തിലേക്ക് നിങ്ങളുടെ ലൈഫ് വരുവാണ്. ആ ഒരു ഭാഗ്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നെങ്കിൽ എന്താണ്, അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ചേഞ്ചസ്, പല കാര്യങ്ങൾക്കും ചേഞ്ച് ആവുകയാണ്. പല കാര്യങ്ങളും ചേഞ്ച് ആവുന്നുണ്ട്. പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. പഴയതിനൊക്കെ കടന്നു പോകാനുള്ള സമയം. അതായത് കണ്ടോ, നിങ്ങളുടെ കാലഘട്ടം അങ്ങനെ ഒരു ഭാഗ്യസമയം നിങ്ങളുടെ ലൈഫിലേക്ക് വീല് കറങ്ങി ഭാഗ്യത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതായിരുന്നിരിക്കണം. നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഇതിലൂടെ കടന്നുപോയി, ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. 4 of Swords, അതായത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിലും ഒക്കെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും വയ്യാതെ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ കഴിഞ്ഞവർ ഉണ്ടോ, ഒന്നിനും വയ്യാത്ത രീതിയിൽ, അതായത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു
കൂട്ടിലടച്ച ഒരവസ്ഥയിൽ ഇരിക്കേണ്ട ഒരു രീതിയിലായിരുന്നു നിങ്ങൾ ഇതുവരെ. ആരെയും ഫേസ് ചെയ്യാൻ വയ്യാതെ കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടി, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്, നഷ്ടങ്ങൾ, ജോലി നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെ ഒത്തിരി വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കേണ്ട ഒരു അവസ്ഥയെ നിങ്ങൾ ഇത്രയും കാലം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു. 5 ഓഫ് സോർട്സ്, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, ഒരുപാട് നിങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെ പോയ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു. കാരണം എന്താണ്, നിങ്ങളുടെ സമയം ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ സമയം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങളുടെ സമയം ഇപ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരികയാണ്. ഭാഗ്യത്തിന്റെ സമയമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഗുഡ് ലക്ക്, അതായത് നല്ല നല്ല സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് പോയിട്ടുള്ളത്. മൂൺ എനർജിയാണ് കാണിക്കുന്നത്. ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് പോയേക്കുന്നത്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് പോയേക്കുന്നത്. അപ്പൊ ആ ഒരു സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് പലതരത്തിലുള്ള ചേഞ്ചസ് വരാൻ പോകണം. ഈ ഒരു സിറ്റുവേഷനോട് പോയപ്പോഴത്തേ നിങ്ങൾ ശരിക്കും ഒരു ഹൈ പ്രൈസ്റ്റസ് എനർജിയിലേക്ക് പോയിട്ടുണ്ട്. ഹൈ പ്രൈസ്റ്റസ്, നിങ്ങളുടെ സങ്കടാവസ്ഥയിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയും, അതായത് ഒരുപാട് പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഹൈ പ്രൈസ്റ്റസ് എനർജി ആ ഒരു സങ്കടങ്ങളും വേദനകളിലും ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ദൈവത്തോട് കൂടുതലായിട്ടൊരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾ വീൽ ചെയറിലായിരിക്കുന്നവരെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായും കിടക്കയിലായിരുന്നു, എനിക്ക് ഒരു രോഗമൊക്കെ ആയിട്ട് രോഗാവസ്ഥയിൽ കിടക്കയിലായിരുന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരം തളർന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാല് മുറിച്ച് കളഞ്ഞവരാവാം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ നിങ്ങൾക്ക് നടക്കാൻ വയ്യാതെ വീൽ ചെയറിൽ ആയിരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലൂടെ പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തേക്ക് തരണം ചെയ്ത് അവിടെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, അതായത് നിങ്ങൾക്ക് പുറത്തിറങ്ങി ജോലി ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ പോലും നിങ്ങൾ ആരൊക്കെയോ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ ആത്മധൈര്യം കൈവിടാതെ നിങ്ങൾ എന്തൊക്കെയോ പല കാര്യങ്ങൾ നിങ്ങൾ ഏൺ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഏൺ ചെയ്തിട്ടുണ്ട്. അല്ല, ഒരുപാട് നിങ്ങൾ ആ ഒരു ജോലി നിങ്ങൾക്ക് ആരും തരില്ല, ഒരു ജോലിക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾ തളരാതെ, ആത്മധൈര്യം കൈവിടാതെ നിങ്ങൾ പല കാര്യങ്ങളും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് പല കാര്യങ്ങളിലും നിങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ ലൈഫിലേക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു നോളജിനെയും നിങ്ങളുടെ പാഷനെയും ഒക്കെ മനസ്സിലാക്കി നിങ്ങൾ അബണ്ടന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുകൾ, അതായത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നാലും, അതായത് വെളിയിൽ ഇറങ്ങി ജോലിക്ക് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതൊരു സിറ്റുവേഷൻ ആയാലും വീട്ടിലിരുന്ന് പോലും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അബണ്ടന്റ് എനർജിയിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ആ രീതിയിൽ പോലും നിങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ഇരുന്ന് നിങ്ങൾ ഉണ്ടാക്കിയ പണം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ലേഡീസ് അല്ലെങ്കിൽ ജെന്റ്സ്, അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങളുടെ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താ പറയാ, മറ്റുള്ളവരുടെ ആ ഒരു സിറ്റുവേഷൻ അല്ലാഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് ഏൺ ചെയ്ത്, നിങ്ങളുടെ ആ ഒരു ദയനീയ അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് ഏൺ ചെയ്തിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ. അപ്പൊ നിങ്ങൾ ആ ഒരു അവസ്ഥയിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കടങ്ങളെല്ലാം വീട്ടാൻ കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വീടും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ടും ആ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. ആർക്കൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാം ലഭിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജി അല്ലെങ്കിൽ ഒരു ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു തന്റേടവും ധൈര്യവും
നിങ്ങളിലുള്ള ആ ഒരു നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം അല്ലെ നിങ്ങളുടെ കഴിവുകളെല്ലാം കൂടെ ആക്കിയിട്ട് നിങ്ങളെ ഒരു കിങ് ഓഫ് പെന്റിക്കിൾസ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി, അതായത് ഒരു സമ്പത്തിന്റെ രാജാവാക്കി, അതായത് നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന വ്യക്തികളായി മാറിയിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന വ്യക്തികൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു അബണ്ടന്റ് അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ഏൺ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. ഒരുപാട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഏൺ ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം നിങ്ങളുടെ ലൈഫിലേക്ക് ഒഴുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷം നിറഞ്ഞ ഒരു ഫാമിലി ലൈഫ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ മാരേജ് വരികയാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ കൂടിച്ചേർന്ന് സന്തോഷകരമായ ഒരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വിദേശയാത്രയ്ക്ക് കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ്. നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല റിലേഷൻഷിപ്പ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്കത് മാരേജിലേക്ക് എത്തുമെന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നിങ്ങളുടെ മാരേജിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്കത് റിയൽ ലവ് ആണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ അയാൾ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സ്നേഹിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അയാളുടെ അടുത്തൊരു മാരേജ് തീർച്ചയായിട്ടും ഒരു മാരേജ് ലൈഫ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല ബിസിനസ്സിലൂടെ നല്ല ലാഭം അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് സമയം നല്ലതാണ്. ഭാഗ്യം, വീൽ ഓഫ് ഫോർച്യൂണിന്റെ സമയം ഭാഗ്യത്തിലേക്ക് വരികയാണ്. ചിലർക്ക് സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളവും, ചിലർക്ക് അതിന്റെ ഓരോ മാസങ്ങൾ കഴിയും തോറും അതിന്റെ ഒരു നിങ്ങളുടെ സമയം കൂടുതൽ നല്ലതായി വരുന്ന തോറും നിങ്ങൾക്ക് രാജയോഗങ്ങളും എല്ലാം എന്താ പറയാ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രതീക്ഷിക്കുന്നതിലധികമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും സാമ്പത്തികവും ബിസിനസ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരുപക്ഷെ വിദേശത്ത് പോകാനുള്ള വിസ ലഭിക്കുന്നു, അല്ലെങ്കിൽ കിട്ടുമെന്ന് വിചാരിച്ച ലോൺ ലഭിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. ഇപ്പം മാരേജിനായിട്ട് ഒരുപാട് നാളെ കാത്തിരുന്ന വ്യക്തികളാണ്, മാരേജ് നടക്കുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ സമയം ചേഞ്ച് ആക്കി നല്ലതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നല്ല ഒരു മാരേജ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതോടുകൂടി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു മാരേജിലൂടെ തന്നെ നിങ്ങളുടെ സാമ്പത്തിക നില തന്നെ മെച്ചപ്പെടുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മാരേജിലൂടെ ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ ഒരു എന്താ പറയുക കിങ് ഓഫ് പെന്റിക്കിൾസ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയിലേക്ക് മാറുന്നു. നല്ല രീതിയിൽ സാമ്പത്തിക വലിയ വീടും കാറും എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു പലരുടെയും. അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങൾ. അതായത് നിങ്ങൾ ഇതിൽ ആരൊക്കെയാണ്, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതിൽ ആഗ്രഹിച്ചിരുന്നത് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അഡ്മിഷന് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ കാത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സന്തോഷങ്ങൾ. നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ സ്വീകരിക്കുക, അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ലഭിക്കട്ടെ, ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യൂണിവേഴ്സിനോട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.